Hello everyone, welcome back to my YouTube channel Study with me. Today we are going to discuss about promoter. So ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രൊമോട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആരാണ് പ്രൊമോട്ടർ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവാം. സോ അക്കോർഡിംഗ് ടു C. Cockburn, it described a promoter as one who undertakes to form a company with reference to a given project and to set it going and who takes the necessary step to accomplish that purpose. സോ ജസ്റ്റിസ് സി കോക്ബേൺ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിലൂടെ പറയുന്നത് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ബേസിലായിരിക്കുമല്ലോ ഒരു കമ്പനി ഫോം ചെയ്യുക. അതായത് ഏതൊരു കമ്പനി ഫോം ചെയ്യുമ്പോഴും അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് മാത്രമല്ല, ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. സോ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസിൽ കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നെസസറി സ്റ്റെപ്സും ഇനീഷ്യേറ്റീവ്സും എടുക്കുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊമോട്ടർ എന്ന് മനസ്സിലാക്കുന്നത്. So, as per the definition of Cockburn, the person who undertakes to form the company with reference to the given project and set it going and who takes the necessary steps to accomplish the purpose. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യണം, അതിനാവശ്യമായുള്ള നെസസറി സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെ ബേസിലായിരിക്കണം അദ്ദേഹം എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആരാണോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് പ്രൊമോട്ടർ എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. സോ ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ടു ഒറിജിനേറ്റ് ദ സ്കീം ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. സോ ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ എന്താണ് പറയുന്നത്, പ്രൊമോട്ടേഴ്സ് ആർ ജനറലി ദ ഫസ്റ്റ് പേഴ്സൺ ഹു കൺസീവ് ദ ഐഡിയ ഓഫ് ദ ബിസിനസ് ആൻഡ് ദ ക്യാരി ഔട്ട് ദ നെസസറി ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് പോസിബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. നമ്മൾ ഓൾറെഡി ആ ഒരു ഡെഫിനേഷനിൽ പറഞ്ഞിരുന്നു, എല്ലാ ഇനീഷ്യേറ്റീവ് സ്റ്റെപ്സും അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സും എടുക്കുന്നത് ആരാണ്, പ്രൊമോട്ടറാണ് അല്ലേ. ആൻഡ് ഓൾസോ ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ. ആ ഒരു ബിസിനസ് ഐഡിയേനെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഐഡിയനാണ് അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് പേഴ്സൺ ആരാണ്, പ്രൊമോട്ടേഴ്സാണ്. സോ ദേ നീഡ് ടു ക്യാരി ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, to find out whether the formation of the company is profitable or not. അല്ലേ, ഒരു പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ നമ്മളൊരു കമ്പനി ഫോം ചെയ്താൽ അത് പ്രോഫിറ്റബിൾ ആകുമോ എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത് എന്താണ്, ഒരു കമ്പനി ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയനെ അദ്ദേഹം അനലൈസ് ചെയ്യണം. ആ ഐഡിയ പ്രോഫിറ്റബിൾ ആയിരിക്കുമോ എന്നുള്ളതും അദ്ദേഹം അനലൈസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ആൻഡ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ടു സെക്യൂർ ദ കോപ്പറേഷൻ ഓഫ് ദ റിക്വയർഡ് നമ്പർ ഓഫ് പേഴ്സൺ വില്ലിംഗ് ടു അസോസിയേറ്റ് ദംസെൽഫ് വിത്ത് ദ പ്രൊജക്ട്. സെക്കൻഡ് ഫംഗ്ഷനിൽ പറയുന്നത് വെൻ വി സ്റ്റാർട്ട് ഓർ വെൻ വി നീഡ് ടു ഫോം എ കമ്പനി വി മസ്റ്റ് നീഡ് മെമ്പേഴ്സ് അല്ലേ. നമുക്ക് മെമ്പേഴ്സ് വേണം ഒരു കമ്പനി ഫോം ചെയ്യാൻ. Mainly there are two types of companies, are the private companies and public company. And as we all know that in order to form a private company 2 persons are required, and in order to form a public company minimum 7 persons are required. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ നമ്മുടെ കൂടെ വില്ലിംഗ് ആയിട്ടുള്ളത് ഒരു കമ്പനി ഫോം ചെയ്യാൻ, നമ്മുടെ കൂടെ കോപ്പറേറ്റീവ് ആയിട്ട് നമ്മുടെ കൂടെ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന എത്ര പേരുണ്ട് എന്നും അദ്ദേഹം എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് അവൈലബിൾ ആണോ എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിന് കമ്പനി ഫോർമേഷനിലേക്ക് മുന്നോട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആരൊക്കെയാണോ കമ്പനി ഫോർമേഷനിൽ നമ്മുടെ കൂടെ കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, മിനിമം നമ്പർ അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പോയിന്റിലേക്ക് പോവാം. സോ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു സീക്ക് ആൻഡ് ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദ പേഴ്സൺ വില്ലിംഗ് ടു ആക്ട് ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. സോ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനിയിൽ ആരൊക്കെ വേണം, കുറേ മെമ്പേഴ്സ് വേണം അല്ലേ. അത് മാത്രമല്ല ഒരു ഡയറക്ടറും വേണം. ഡയറക്ടർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. സോ ഈച്ച് ആൻഡ് എവ്രി കമ്പനി ഷുഡ് ഹാവ് ഫസ്റ്റ് ഡയറക്ടർ അല്ലേ. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യും.
അത് ആ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടർ എന്നൊരു കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമുക്കൊരാളെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് മിസ്റ്റർ ബി ഫസ്റ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേഴ്സൻ്റെ കൺസെൻറ്റും കൂടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആർ ഹവർ ആർ ഐദർ ദ പ്രൊമോട്ടർ ദംസെൽഫ് ഓർ ആർ അപ്പോയിൻറ്റഡ് ബൈ ദം. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് നമ്മുടെ പ്രൊമോട്ടേഴ്സ് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ചില കേസുകളിൽ പ്രൊമോട്ടേഴ്സ് ആകില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സ് പുതിയൊരു പേഴ്സണെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ഇതിൽ സ്പെസിഫിക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ പ്രൊമോട്ടർ സീക്ക് ദ കൺസെൻറ്റ് ഓഫ് സം ഇൻഡിവിജ്വൽസ് whom they consider appropriate so that they agree to be the first director of the proposed company. ഇപ്പോൾ ഒരു പ്രൊമോട്ടർ ആരെയാണോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അവരുടെ കൺസെൻറ്റ് മസ്റ്റായിട്ടും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. സോ അതാണ് തേർഡ് പോയിന്റിൽ ഒരു പ്രൊമോട്ടറിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഡയറക്ടറിൻ്റെ കൺസെൻറ്റ് നേടിയിട്ടുണ്ടാവണം. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, ടു സെറ്റിൽ അബൌട്ട് ദ നെയിം ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിൻ്റെ എല്ലാ ഇനീഷ്യേറ്റീവ്സും ആരെടുക്കുന്നത്? പ്രൊമോട്ടേഴ്സാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നെയിം സെറ്റ് ചെയ്യുക എന്നുള്ളത്. The promoters have to seek the permission of the registrar of company for selecting the name of the company. The promoters usually gives 3 to 4 names in order of preference. ഓക്കെ, അപ്പോൾ ഒരു പ്രൊമോട്ടറാണ് അദ്ദേഹത്തിനൊരു പേര് സജസ്റ്റ് ചെയ്യാം. യൂഷ്വലി ഒരു പേരല്ല 3-4 പേരുകൾ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യാം. അതിൽ നിന്നും രജിസ്ട്രാറാണ് പേരുകൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ പേരുകൾ സെലക്ട് ചെയ്യേണ്ടത് രജിസ്ട്രാറാണ്. ഇപ്പോൾ ഞാനൊരു പ്രൊമോട്ടറാണ് എങ്കിൽ ഞാനൊരു 3-4 പേരുകൾ സജസ്റ്റ് ചെയ്യും. അതിൽ നിന്നും വേറെ കമ്പനികൾക്ക് ഇല്ലാത്തതും അല്ലെങ്കിൽ അവരുടെ ടു റിസംബ്ലൻസ് ആയിട്ടുള്ള നെയിംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് രജിസ്ട്രാർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെയിംസ് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ നെയിം ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രൊമോട്ടർ ഉണ്ട്. അപ്പോൾ പ്രൊമോട്ടർ പറയുന്ന പേരിൽ നിന്ന് മാത്രമേ ആര് ചൂസ് ചെയ്യുള്ളൂ? രജിസ്ട്രാർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ കമ്പനിയുടെ പേരിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതും ഫംഗ്ഷനാണ് ആരുടെ? പ്രൊമോട്ടേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോവാം. ടു ഗെറ്റ് ദ ഡോക്യുമെൻ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് കമ്പനി പ്രിപ്പയർഡ്. സോ വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഫോർ എ കമ്പനി? എന്തൊക്കെയായിരിക്കാം ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എ കമ്പനി ആർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അതേപോലെ പ്രോസ്പെക്ടസും ഉണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം തന്നെയാണ് അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്? പ്രൊമോട്ടേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. So there are certain documents like Memorandum of Association and Articles of Association are required to be filed with the registrar of company before the company is registered and brought in existence. സോ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ദെൻ ഈ ഡോക്യുമെൻ്റ് ആർക്ക് ഫയൽ ചെയ്യണം? രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് മുന്നും രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നും രജിസ്ട്രാറുടെ അടുത്ത് അത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഈ പ്രോപ്പർ ഡോക്യുമെൻറ്റ് ഫയലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും രജിസ്ട്രാർ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ബാക്കിയുള്ള ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 5th ഫംഗ്ഷൻ. And the 6th function, to appoint bankers, brokers and legal advisors for the company. As we all know that in order to form or incorporate a company, it may involve a lot of legal formalities. Okay, ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്നൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. കുറേ ലീഗൽ ഫോർമാലിറ്റീസ് അത് ഫുൾഫിൽ ചെയ്യണം. പ്രൊമോട്ടേഴ്സ് മേ നീഡ് ടു കൺസൾട്ട് ലീഗൽ എക്സ്പേർട്ട് ഓൺ സെവറൽ ഓഫ് ദീസ് മാറ്റേഴ്സ്. പ്രൊമോട്ടേഴ്സിന് എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഹി മേ നീഡ് സം അസിസ്റ്റൻസ്. കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ള ലീഗൽ എക്സ്പേർട്സിൻ്റെ മറ്റുള്ള എല്ലാ ഫീൽഡിൽ നിന്നുമുള്ള എക്സ്പേർട്സിൻ്റെ അസിസ്റ്റൻസ് നേടിയിട്ടുണ്ടാവണം. which means that therefore he may appoint solicitors to assist them in the process of formation of the company. അതുകൊണ്ട് തന്നെ he may appoint brokers, bankers, legal advisors, which means solicitors. Okay, അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരുടെ അസിസ്റ്റൻസ് മേടിക്കാറുണ്ട്? വക്കീലന്മാരുടെ അസിസ്റ്റൻസ് മേടിക്കാറുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, ഒരു കമ്പനി വക്കീൽ, കുടുംബ വക്കീൽ എന്നൊക്കെ. അപ്പോൾ കമ്പനീസിനും ഇങ്ങനെ ഓരോ ലീഗൽ എക്സ്പേർട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അസിസ്റ്റൻസ് നേടുക എന്നുള്ളതും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ടു സെറ്റിൽ ദ പ്രിലിമിനറി എഗ്രിമെൻറ്റ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ദി അസറ്റ്. ദാറ്റ് മീൻസ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനി തുടങ്ങാനായിട്ടുള്ളൊരു സൈറ്റ് വേണം. അതേപോലെ കമ്പനിക്ക് കുറേ
അസറ്റ്സ് വേണം, ഫിക്സഡ് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറീസ്, അങ്ങനെയുള്ള വസ്തുക്കൾ വേണം അല്ലേ. So the promoters may require to acquire a suitable site for the factory, make arrangement for plant and machinery, and may even make tentative arrangement for the key personnel. So sometime in order to run the business, the company may require to take over the property of the running business. Okay, അപ്പോൾ to settle the preliminary agreementൽ മെയിനായിട്ട് പറയുന്നത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റ് കണ്ടെത്തുക, പ്ലാന്റ് ആൻഡ് മെഷീനറീസ് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക എഗ്രിമെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അത് വാങ്ങുന്നതും അത് മീൻസ് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിക്കോട്ടെ, സൈറ്റ് ആയിക്കോട്ടെ, അതൊക്കെ പർച്ചേസ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ഒക്കെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാം ആസ് എ പ്രൊമോട്ടർ എന്നുള്ള നിലയിൽ. സോ അതും അദ്ദേഹത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. ദെൻ ദ 7th one, to enter into the preliminary contract with the vendors. In respect of the properties and assets mentioned above, the promoters would need to settle the term of contract with the third parties from whom these properties are to be bought. നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ആരുടെ അടുത്തു നിന്നാണോ നമ്മളിങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ എഗ്രിമെൻറ്റ് മീൻസ് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള അസറ്റുകളും ആയിക്കോട്ടെ, വി മേ പർച്ചേസ് ഫ്രം ദ തേർഡ് പാർട്ടീസ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള പ്രോപ്പർ എഗ്രിമെൻറ്റ്, പ്രിലിമിനറി കോൺട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇന്ന അസറ്റ് ഇന്ന പേഴ്സൻ്റെ അടുത്ത് നിന്ന് ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു പ്രിലിമിനറി കോൺട്രാക്റ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ആര് എൻ്റർ ചെയ്തിട്ടുണ്ടാവണം, പ്രമോട്ടേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. അതിനുള്ളൊരു അവകാശം പ്രമോട്ടേഴ്സിനുണ്ട്. കാരണം കമ്പനി ഫോം ചെയ്തിട്ടില്ല. കമ്പനി ഫോം ചെയ്താൽ മാത്രമേ കമ്പനിക്കും ഒരു തേർഡ് പാർട്ടിക്കും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഇവിടെ കമ്പനിയുടെ ആവശ്യം പറഞ്ഞ് കമ്പനിക്ക് വേണ്ടിയിട്ട് ആര് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും, നമ്മുടെ പ്രമോട്ടേഴ്സ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. And the last one, to arrange for filling the necessary document with the registrar. The promoters are required to pay the stamp duty, filing fee and other charges for the registration of the company. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്സും, ഒരു കമ്പനി ഫോർമേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ റിക്വയർഡ് സ്റ്റെപ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ട് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആസ് എ പ്രൊമോട്ടർ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ആരുടെ അടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം, രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം ഇൻ ഓർഡർ ടു രജിസ്റ്റർ ദ കമ്പനി. അപ്പോൾ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് പറയുന്ന ഫയലിംഗ് ഫീ, അതായത് ഈ ഒരു ഫയൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫയലിംഗ് ഫീയും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവണം. സോ പ്രോപ്പറായിട്ടുള്ള ഫീസും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചാൽ മാത്രമേ നമ്മുടെ രജിസ്ട്രാർ എന്ത് ചെയ്യുള്ളൂ, ഇത് രജിസ്ട്രേഷൻ, ആ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ അപ്പ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് ആർ ടു ബി പെർഫോംഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ്. സോ നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.